അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവിസ്മയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയരെ, ലോകത്തിലെ ഏറ്റവും വലിയ വിനയവിസ്മയമായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്തിലെ ഏറ്റവും വലിയ വിനയവിസ്മയമായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഏറ്റവും വലിയ ഒരു മനുഷ്യരായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം പ്രകടമാകുന്ന ഏതാനും സന്ദർഭങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഒരു വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് കെട്ടി വീർക്കുവോളം നിസ്കരിക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് നബിയെ അള്ളാഹു നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടും എന്തിനാണ് ഇത്ര പ്രയാസപ്പെടൽ? അപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഫലാ അകൂനു അബദൻ ഷക്കൂറ എന്നായിരുന്നു. ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്ന്. തീർന്നില്ല. ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകമായിരുന്നു 3 പേർക്കുമുള്ള ഏക ആശ്രയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും മർസദ് റളിയല്ലാഹു അൻഹുവും മാറി മാറി സഞ്ചരിക്കാം എന്നായിരുന്നു തീരുമാനം. എന്നാൽ ഇരു സഹാബികളും തൻ്റെ ഊഴമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നമ്മളുടെ ഊഴത്തിലും അങ്ങ് തന്നെ ഒട്ടകപ്പുറത്ത് കയറുക, അതാണ് നമ്മൾക്കിഷ്ടം. എന്നാൽ വിനയത്തിൻ്റെ സ്വരൂപമായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്. മാത്രമല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു ലോക നേതാവ് ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതും ഉണ്ടായിട്ടും അവിടുന്ന് സദാ വിനയാത്മനായി ജീവിച്ചു. പ്രിയരെ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിനയം കൊണ്ട് ധന്യമായിരുന്നതായിരുന്നു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ ജീവിതം നമുക്ക് പിൻപറ്റാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.